ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്ത കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകാം ഗൈസ്. ഗൈസ്, ഫസ്റ്റ് വൺ, പിൻ യുവർ ഫേവറേറ്റ് പിക്ചർ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒന്നോ രണ്ടോ എണ്ണമേ കാണുള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഫോളോവേഴ്സിനെ കാണിക്കാൻ വേണ്ടി പ്രൊഫൈലിൽ ഏറ്റവും മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ട് ആ 3 ഡോട്ട് ഞെക്കി പിൻ ടു യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങും. പുതിയ ഫോളോവേഴ്സിനൊക്കെ ആ പിക്കായിരിക്കും ആദ്യം കാണാൻ വേണ്ടി കിട്ടുന്നത്. എങ്ങനെയുണ്ട്? എൻ്റെ ഈ ഒരു പിക്ക് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇൻസ്റ്റാ ഡി പി വ്യൂവർ. ഇൻസ്റ്റാ ഡി പി വ്യൂവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഡി പി വലുതായിട്ട് കാണാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി പി വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ പോയിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. വെബ്സൈറ്റിൻ്റെ പേര് ഇൻസ്റ്റാ ഫീസ്റ്റ എന്നാണ്. ഇൻസ്റ്റാ ഡി പി വ്യൂവർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ നമുക്ക് അവരുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും എല്ലാം കാണാൻ സാധിക്കും. ഡി പി വ്യൂ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഇന്നേ വരെ നമ്മൾ ഏതൊക്കെ പിക്ചറിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോസ്റ്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു മെത്തേഡ് നോക്കിയാൽ അറിയാം. അതിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈലിൽ പോയിട്ട് യുവർ ആക്ടിവിറ്റി, ഇൻട്രാക്ഷൻസ്, ലൈക്സ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിതാ ഇങ്ങനെ കിടക്കണം കാണാം. നമുക്ക് ഡേറ്റ് വെച്ച് സോർട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഏതൊക്കെ പോസ്റ്റിന് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പണ്ട് ഈ പിക്കിനൊക്കെ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് പോകും. ഓർമ്മകൾ അയറക്കാൻ പറ്റിയ ഒരു തെറ്റുന്ന സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കാം ഗൈസ്. ഡൗൺലോഡ് ഇൻസ്റ്റാഗ്രാം റീൽസ്. നമുക്ക് ഏതെങ്കിലും ഒരു റീൽസ് ഇഷ്ടപ്പെട്ട് അത് ഇനിയിപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്യണം, അത് വാട്സാപ്പിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ ഈ save.net എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ ആ റീലിൻ്റെ ലിങ്ക് കൊണ്ട് കോപ്പി ചെയ്തിട്ട് കൊടുക്കുക. യൂട്യൂബ് വീഡിയോ ആയാലും ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. വേറൊരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല. ഇത് ചിലർക്ക് അറിയാവുന്ന സംഗതിയാണ് കേട്ടോ. നെക്സ്റ്റ് ട്രിക്കാണ് വ്യൂ സ്റ്റോറീസ് അനോണിമസ്ലി. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന സ്റ്റോറി അവരറിയാതെ കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാ ഫീസ്റ്റ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നിട്ട് അവരുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ റൈഡർ ഗേളും റൈഡർ ബോയും തമ്മിൽ അടിച്ചുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റൈഡർ ഗേൾ അറിയാതെ റൈഡർ ബോയ്ക്ക് ആ ഒരു സ്റ്റാറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ, സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ടെസ്റ്റ് റൈറ്റ് റൈഡർ ബോയ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ആൻഡ് ട്രിക്ക്. ഇത് റീൽസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. റീൽസ് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് ടൈം ലിമിറ്റ് ഇപ്പോൾ ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് വരെ ആക്കിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ അധികം 1 മിനിറ്റിന് അകത്ത് വെച്ച് അറിഞ്ഞുകൂടായെങ്കിൽ നമുക്ക് 1.5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ഒരു റീൽ ചെയ്ത് അങ്ങോട്ട് സേവ് ചെയ്തപ്പോഴാണ് പ്രിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ സൗണ്ട് മാറ്റാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ 5 ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ റോബോട്ടിക്, കുറച്ച് ബോൾഡാക്കാനുള്ള പരിപാടി, കുറച്ചും കൂടി ഫീമെയിൽ വോയിസ് ആക്കാനുള്ള പരിപാടി, അങ്ങനെയൊക്കെ ഉള്ള സംഗതികളിവിടെ ഉണ്ട്. കുറച്ചും കൂടി ഫണ്ണായിട്ട് നമുക്ക് ആ ഒരു റീലിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടെ ഇൻസ്റ്റാഗ്രാം ടിപ്പ് സമാപിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.